രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സമരം പ്രഖ്യാപിച്ചിരിക്കുക. സ്വന്തം പാർട്ടിയിലെ അര ഡസൻ MLA-മാരും മന്ത്രിമാരും ഉന്നതരായ നേതാക്കളും ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, സ്ത്രീപീഡനം സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നു. 24 മണിക്കൂറിനകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഞങ്ങൾ പാർട്ടി ആലോചിച്ച് ഏകകണ്ഠമായി ജനാധിപത്യപരമായി സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. CPM-ന്റെ ഉന്നതരായ നേതാക്കൾക്കെതിരെ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇടത്തും വലത്തും ഇരിക്കുന്ന മന്ത്രിമാർക്കെതിരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി CPM MLA-മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതേക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷിച്ചോ? എന്തെങ്കിലും ഇതുപോലൊരു നടപടിയെടുക്കാനുള്ള ധൈര്യം അവർ പ്രകടിപ്പിച്ചോ? അപ്പോൾ സ്വന്തം മുന്നണിയിലും സ്വന്തം പാർട്ടിയിലും സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി, അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന പാർട്ടി സെക്രട്ടറി ഇത്രയും മാതൃകാപരമായ ഒരു തീരുമാനമെടുത്ത കോൺഗ്രസിന്റെ നിലപാടിനെ അഭിനന്ദിക്കേണ്ട, അതിനെതിരായി സമരം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വാസ്തവത്തിൽ സ്ത്രീ പീഡകരെയും കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് കുടപിടിക്കുന്ന പാർട്ടി സെക്രട്ടറി, ഞാൻ കഴിഞ്ഞ കാല സംഭവങ്ങൾ ഓർക്കുകയാണ്. മുകേഷ് MLA-ക്കെതിരായി ആരോപണം വന്നു, അദ്ദേഹത്തിനെതിരായി കേസ് വന്നു. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോപണങ്ങൾ അന്വേഷിച്ച് അടിസ്ഥാനരഹിതമായി തീർന്നാൽ അദ്ദേഹത്തോട് പാർട്ടി രാജിവെക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കൊല്ലത്തെ ജനങ്ങളോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? അന്ന് പറഞ്ഞ മറുപടിയാണ്, അന്ന് നിങ്ങളെല്ലാം കേട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുകേഷിനോട് രാജിവെക്കാൻ പറയുന്നില്ല. എന്ത് ന്യായത്തിലാണ്, എന്ത് യുക്തിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് മുഖ്യമന്ത്രിയെ പോലൊരാൾ ആവശ്യപ്പെടും? അതുമാത്രമല്ല, അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കും. ഒരാളും ഇതുവരെ പോലീസിൽ പരാതി, ആരും പോലീസിൽ പരാതിയുമായി കേസുമായി പോയിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങൾക്കാർക്ക് ഒരു വൈമുഖ്യവുമില്ല. പക്ഷേ പരാതി ആരും നൽകാത്തൊരു കാര്യം, ഇതുവരെ ആരും, ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ പോലീസിനെ സമീപിക്കാത്ത അവസരത്തിൽ ഒരു പോലീസ് പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതെന്താ? ആരോപണമുള്ള സ്ത്രീകൾക്ക് പരാതി പോലീസിനെ സമീപിക്കാം, അവർക്ക് ഞങ്ങൾ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്തൊരു ഗതികേടാണ് ഒരു ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് ചില ആളുകൾ കറങ്ങിത്തിരിയും. അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ്, പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങുകയാണ്. നാണവും മാനവുമുള്ള ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ആരും പരാതി പറയാത്തൊരു കാര്യത്തിൽ, ആരും കേസ് കൊടുക്കാത്തൊരു കാര്യത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയാണ്. വെച്ചോളൂ, ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. പക്ഷേ ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. 2022 കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു. സ്ത്രീ അതിക്രമണ പരാതികൾ ഉണ്ടായാൽ അത് പാർട്ടിക്കുള്ളിൽ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി സെൽ രൂപീകരിക്കാൻ, സമിതി രൂപീകരിക്കാൻ പോളിറ്റ് ബ്യൂറോ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കും, എല്ലാ സംസ്ഥാനങ്ങളും. 3 വർഷം ആയി കേരളത്തിൽ അങ്ങനെ ഒരു
പരാതി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. 4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ സംസ്ഥാനമാണ്. എന്താ ഡൽഹിയിൽ, ബംഗാളിൽ, തെലുങ്കാനയിൽ 10ഓളം സംസ്ഥാനങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ത്രീ പീഡന അതിക്രമങ്ങളെ കുറിച്ച് പരാതി ഉണ്ടായാൽ അന്വേഷിക്കാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ആഭ്യന്തര പരാതി പരിഹാര സെല്ലുണ്ടാക്കിയപ്പോൾ ഇവിടെ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പറായ MP ഗോവിന്ദൻ നായരും ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു പരാതി പരിഹാര സെല്ല്. അവരാണ് കോൺഗ്രസിന്റെ തീരുമാനത്തെ, ഞങ്ങളുടെ തീരുമാനത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ, ഈ മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവരെ പാർട്ടിക്കകത്തിന്റെ ഒരു തുറന്നു അക്ഷരം പറഞ്ഞോ. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനും രാഷ്ട്രീയമായി ഇതിന് പ്രചരണം നടത്താനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൽ വിജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP DYFIക്കാർ വഴിയിൽ തടഞ്ഞു വെച്ച അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനെ ഗോവിന്ദമാഷ് DYFI നേതാക്കന്മാർ ന്യായീകരിക്കുകയാണ്. ഒരു കാര്യം DYFIക്കാർ മറക്കരുത്, DYFIയുടെ നേതാവ് പറയുന്നത് ഞങ്ങൾ തടയാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും. നിങ്ങൾ തടഞ്ഞോളൂ, പക്ഷേ സ്ത്രീ പീഡകരായിട്ടുള്ള നിങ്ങളുടെ മന്ത്രിമാർക്കും നിങ്ങളുടെ MLA മാർക്കും ഇതുപോലെ റോഡിൽ ഇറങ്ങി നടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. ഇവിടെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമുണ്ട്. ഷാഫി പറമ്പലിനെ തടഞ്ഞ് ആരോപണ വിധേയനല്ലാത്ത അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആക്രമിക്കാൻ തിരിഞ്ഞാൽ അത് വെറുതെ കയ്യും കെട്ടി കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും നോക്കിയിരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇന്നലെ ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസന സദസ്സ് നടത്തണം. നവകേരള സദസ്സിന്റെ മാതൃകയിൽ വികസന സദസ്സ് നടത്താൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുകയാണ്. തദ്ദേശ വികസന സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് 2 ലക്ഷം 4 ലക്ഷം ഒക്കെ ചിലവാക്കാനും അനുമതി കൊടുത്തിരിക്കുന്നു. നവകേരള സദസ്സിൽ ഇതുപോലെയായിരുന്നു. നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ 50,000 മുതൽ 3 ലക്ഷം രൂപ വരെ ആ നവകേരള സദസ്സിന് ചിലവിന് പണം കൊടുക്കാൻ ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അന്ന് നിർദ്ദേശം നൽകി. നികുതിദായകരുടെ പണം ഉപയോഗിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്താൻ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറായാൽ അതിനെ ശക്തിയായിട്ട് കോൺഗ്രസും UDFും എതിർക്കും. ഇതിൽ UDF സഹകരിക്കണ്ട എന്ന് തീരുമാനിച്ചു. സർക്കാർ പഞ്ചായത്തുകളുടെ നേട്ടങ്ങൾ അവർക്ക് വികസന സദസ്സ് നടത്തി പറയാം, പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും ഈ നികുതിദായകരുടെ പണം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ പഞ്ചായത്തുകളുടെ സ്ഥിതി അതിദയനീയമാണ്. ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു, ഫണ്ട് കൊടുക്കുന്നില്ല. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പഞ്ചായത്തുകൾ. അവിടെയെല്ലാം വികസന സ്തംഭനമാണ്. വികസന സ്തംഭനം നടക്കുന്ന പഞ്ചായത്തുകളിൽ എന്ത് വികസന സദസ്സാണ് ഇവർ നടത്താൻ ആലോചിക്കുന്നത്? വളരെ വിചിത്രമായിട്ടുള്ള ആഹ്വാനം. ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, അല്ലാതെ വികസന സദസ്സല്ല. അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ തന്നെ വനിതാ നേതാക്കളാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഉമ്മാ തോമസ് MLA ഉൾപ്പെടെയുള്ള ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായമാണ്. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഈ നിയമസഭയിലേക്ക് വരുമെന്നൊരു സംശയം, അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അങ്ങനെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്. അതായത് ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. അത് പാർട്ടി അതിന് പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴേ വാർത്തകൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. MV രാഘവനെ ബദൽ രേഖയുടെ പേരിൽ പാർട്ടി പുറത്താക്കി, അല്ലേ? കമലേശ്വരൊക്കെ അറിയാം. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തപ്പോൾ അന്ന് ഗവൺമെന്റ് LDFിന്റെയാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു. സ്പീക്കർ അന്ന് തടയാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റാണ്. അദ്ദേഹത്തെ നിയമസഭയിലിട്ട് പണ്ട് മർദ്ദിച്ചതൊക്കെ പഴയ കാര്യങ്ങൾ പഴയ നിയമസഭാ ചരിത്രത്തിലുണ്ട്. അതൊരു MLAയുടെ അവകാശമാണ്.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പോകണമോ പോകട്ടെയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. സഭയിൽ കോൺഗ്രസിന്റെ സംരക്ഷണം രാഹുലിനുണ്ടാവും. അതങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇന്നലെ ആ നിലയിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ല, ഇത് പാർട്ടി നിയമസഭാ കക്ഷിയുണ്ട്, പാർട്ടിയുണ്ട്, അവരല്ലേ തീരുമാനിക്കും.